Morning, my dear students. Our new topic is liquid crystal display. നമ്മൾ ലാസ്റ്റ് സെക്ഷനിൽ അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് നമ്മൾ കണ്ടതാണ് വാട്ട് ഈസ് LED. അപ്പോൾ ഇതുപോലെ തന്നെയുള്ള ഒരു ഡിസ്പ്ലേ ഡിവൈസാണ് LED ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ആൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാസീവ് ടൈപ്പ് ഡിസ്പ്ലേ, namely liquid crystal display. These have come into prominence in the last few years mainly as display elements for digital watches and pocket calculators. As we know that in the liquid crystal displays നമുക്കറിയാം, ഇപ്പോൾ നേരത്തെ നമ്മൾ ഡിജിറ്റൽ വാച്ചസും പോക്കറ്റ് കാൽക്കുലേറ്ററിലൊക്കെ ഡിസ്പ്ലേ ഡിവൈസായിട്ട് ഈ LCD ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ LCD കൺസ്യൂം ലീസ്റ്റ് പവർ ഓഫ് ഓൾ കോമൺ ഡിസ്പ്ലേ ഡിവൈസ് ബിക്കോസ് നോ ലൈറ്റ് ജനറേഷൻ ഈസ് റിക്വയർഡ്. അല്ലേ, നമുക്കറിയാം LED കേസ് പോലെ അല്ല, ഇതിനകത്ത് ലൈറ്റ് ജനറേഷനൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ട് ലെസ് പവർ കൺസംഷനാണ് ഇവിടെ നടക്കുന്നത്. ദർ ആർ 2 basic types of LCD are available. These are reflective, which requires front illumination, and transmissive, which requires rear illumination. നമുക്കറിയാം റിയർ എന്ന് പറഞ്ഞാൽ എന്താ, ബാക്ക് ഇലുമിനേഷൻ. അപ്പോൾ 2 ടൈപ്പ് നമുക്ക് ഡിസ്പ്ലേ ഡിവൈസസ് ആണുള്ളത്. വൺ ഈസ് റിഫ്ലക്റ്റീവ് ആൻഡ് അനദർ വൺ ഈസ് ട്രാൻസ്മിസീവ്. ഫ്രണ്ട് ഡിസ്പ്ലേക്കും ബാക്ക് ഡിസ്പ്ലേക്കും വേണ്ടിയാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ദെൻ at the heart of all LCD device is a cell formed between 2 glass plates, each with a conductive coating. ഇപ്പം ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേയുടെ ഒരു സെല്ല് എടുത്തു കഴിഞ്ഞാൽ, LCD സെല്ല് എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും, അതിൻ്റെ ടോപ്പിലും ബോട്ടത്തിലും നമുക്കറിയാം അതൊരു എന്ത് ചെയ്തിരിക്കുകയാണ്, കണ്ടക്റ്റീവ് കോട്ടിങ് നടത്തിയിട്ട്, അതല്ലേ 2 ഗ്ലാസ് പ്ലേറ്റ്സ് ആണത്, അതിൽ കണ്ടക്റ്റീവ് കോട്ടിങ് നടത്തിയിരിക്കുകയാണ്. കാരണം അതിന് കണ്ടക്ടിവിറ്റി ഇലക്ട്രിക് ഫീൽഡിനനുസരിച്ച് അത് വേരി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു കണ്ടക്റ്റീവ് കോട്ടിങ് നമ്മൾ ഈ ഗ്ലാസ് പ്ലേറ്റ്സിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ സെൽ ഹാസ് എ തിക്നെസ് ഓഫ് അബൌട്ട് 10 micrometer with a liquid crystal material. Okay, the liquid crystal state is a phase of matter which exhibited by a large number of organic materials over a restricted temperature. അപ്പോൾ ഇതെന്താണ്, at the lower end of the temperature range the material become crystalline solid, while at the upper end it has into a clear liquid. ആക്ച്വലി ലിക്വിഡ് ക്രിസ്റ്റൽ ഡിവൈസ് എന്ന് പറയുന്നത് മാറ്ററിലെ 2 സ്റ്റേറ്റുകളിലെ ഒരു കോമ്പിനേഷനാണ്. ഏതൊക്കെ സ്റ്റേറ്റാണ്, ലിക്വിഡ് സ്റ്റേറ്റും പിന്നെന്താണ് ക്രിസ്റ്റലൈൻ്റെയും ലിക്വിഡിൻ്റെയും കൂടി ഒരു കോമ്പിനേഷനാണ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, വിത്ത് ദിസ് റേഞ്ച് ഇറ്റ് ഹാസ് എ മിൽക്കി യെല്ലോയിഷ് അപ്പിയറൻസ് ആൻഡ് കമ്പൈൻ സം ഓഫ് ദ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് വിത്ത് ദ ഫ്ലൂയിഡിറ്റി ഓഫ് ലിക്വിഡ്. A major characteristics of all liquid crystal compound is a rod-like shape of the molecule. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റോഡ് ലൈക്ക് ഷേപ്പാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, when the liquids are in the liquid crystalline phase, these molecules can take up certain orientation relative both to each other and to the liquid crystal surface. It is usual to describe this orientation in terms of director. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഓറിയൻറ്റേഷൻ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിലൊക്കെ ഡൊമൈനൊക്കെ ഓറിയൻറ്റ് ചെയ്യുന്നു പറയുന്നത് പോലെ ഈ ലിക്വിഡ് ക്രിസ്റ്റലിൻ്റെ കേസിൽ അതിൻ്റെ ഓറിയൻറ്റേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഡയറക്ടർ എന്ന് പറയുന്ന ഒരു വെക്ടറാണ്. ആക്ച്വലി ഇറ്റ് ഈസ് എ യൂണിറ്റ് വെക്ടർ പോയിൻറ്റിങ് അലോങ് ദ ടൈം ആവറേജ് പ്രിഫേർഡ് ഓറിയൻറ്റേഷൻ ഓഫ് ദ മോളിക്യൂൾ ഇൻ എനി സ്മോൾ വോളിയം. ഓക്കെ, അപ്പോൾ ഇതിനിങ്ങനെ ഓരോ ഇൻഡിക്കേഷനായിട്ട് ഓരോ പോയിൻ്റർ ഉണ്ട്. നമുക്ക് ഫിഗർ കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. ദർ ആർ മെയിൻലി 3 basic types of ordering of liquid crystal, which are termed as nematic, holistic and smetic. അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മെയിനായിട്ട് 3 ടൈപ്പ് ലിക്വിഡ് ക്രിസ്റ്റൽസ് ആണുള്ളത്. എന്തൊക്കെയാണ്, നിമാറ്റിക് ടൈപ്പ് ഉണ്ട്, കൊളസ്റ്റിക് ടൈപ്പ് ഉണ്ട്, കൊളസ്ട്രിക് ടൈപ്പ് ഉണ്ട്, ആൻഡ് ദെൻ മെസ്മെറ്റിക് ടൈപ്പ്.
അല്ലേ? അപ്പോൾ ഇതിനകത്ത് ആദ്യത്തെ രണ്ടുമാണ് കൂടുതലായിട്ട് നമ്മൾ ഡിസ്പ്ലേ ഡിവൈസിന് വേണ്ടി പ്രിഫർ ചെയ്യുന്നത്. സ്മെറ്റിക് എന്ന് പറഞ്ഞാൽ സ്മെൽ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഇത് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഫസ്റ്റ് വൺ ആൻഡ് നിമാറ്റിക് ടൈപ്പ് ആൻഡ് കൊളസ്റ്റിക് ടൈപ്പ് LCD ആണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് തന്നെ നിമാറ്റിക് ടൈപ്പാണ് കൂടുതൽ പ്രിഫറബിൾ ആയിട്ടുള്ള LCD ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിമാറ്റിക് ടൈപ്പിനകത്ത് ഒരു ക്ലാസിഫിക്കേഷനുണ്ട്. ഇറ്റ് ഈസ് എ ട്വിസ്റ്റഡ് നിമാറ്റിക് ടൈപ്പാണ് നമ്മൾ മോസ്റ്റ് ഓഫ് ദ LCDയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, one of the first two of these are important in display device at present. Okay, then a nematic liquid crystal molecule usually consists of two benzene ring linked with the that is linked with the central group. അപ്പോൾ ഇതാണ് ഒരു നിമാറ്റിക് ടൈപ്പിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇത് ഓറിയൻറ്റ് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടോ, ഇതാണ് നമ്മൾ പറയുന്ന ഡയറക്ടർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ ആയിരിക്കും. ഇപ്പം മോസ്റ്റ് ഓഫ് ദി ലിക്വിഡ് ക്രിസ്റ്റലും ഈ ഒരു ടൈപ്പ് ഓറിയൻറ്റേഷനാണ് നമ്മൾ നടത്തുന്നത്. ഇനി കൊളസ്റ്റിക് ടൈപ്പിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ഓറിയൻറ്റേഷൻ. ആദ്യത്തെ ഇതിനകത്ത് ഈ ലെയറിനകത്ത് ഒരു നമ്പർ ഓഫ് ലെയേഴ്സിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ കൊളസ്റ്റിക്കിനകത്തുള്ളത്. നമ്പർ ഓഫ് ലെയർ ഫോം ചെയ്തൊരു കോമ്പിനേഷനാണ് ഇതിനകത്തുള്ളത്. ഇൻ ദിസ് കേസ് നമ്പർ ഓഫ് ഓറിയൻറ്റേഷൻസ് നോക്കിക്കേ, ഇതിനകത്ത് ഇതാണ് ഡയറക്ടറിൻ്റെ ഓറിയൻറ്റേഷന് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുകയാണ്. അതിനകത്ത് റൊട്ടേഷൻ നടക്കുവാണ്. അപ്പോൾ ഇത് റൊട്ടേറ്റ് ചെയ്ത് അടുത്ത ലെയറിലെത്തി, അടുത്ത ലെയറിൽ വീണ്ടും റൊട്ടേറ്റ് ചെയ്തു, വീണ്ടും റൊട്ടേറ്റ് ചെയ്തു. ദെൻ ഫസ്റ്റ് വൺ ആൻഡ് ദ ലാസ്റ്റ് വൺ ആർ സെയിം. ഇപ്പോൾ എത്ര റൊട്ടേഷൻ കഴിഞ്ഞാണോ ഒരു ലെയർ പോലെ തന്നെ ഫോം ചെയ്യുന്ന അടുത്ത ലെയർ, അത് തമ്മിലുള്ള ഡിഫറൻസിനാണ് പിച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ കൊളസ്റ്റിക് ടൈപ്പ് LCDക്കകത്ത് ഒരു പിച്ച് എന്ന് പറയുന്ന ഒരു എന്തായിരിക്കും സെയിം ഓറിയൻറ്റേഷന് റിപ്പീറ്റ് ചെയ്യുന്ന അതിനാണ് ഒരു പിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരിക്കും കൊളസ്റ്റിക് ടൈപ്പിനകത്ത്. നമ്മൾ നിമാറ്റിക് ടൈപ്പിനകത്ത് ഈ ടൈപ്പ് ഇങ്ങനെ ഒരു ടൈപ്പ് ഓറിയൻറ്റേഷൻ ആണെങ്കിൽ കൊളസ്റ്റിക്കിനകത്ത് ദിസ് ടൈപ്പ് ഓഫ് ഓറിയൻറ്റേഷൻസ് ആർ കീപ്പിന് കൊളസ്റ്റിക് ടൈപ്പ് LCD. ഓക്കെ, സ്മെറ്റിക് ടൈപ്പ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് അത് സ്മെൽ ഓറിയൻറ്റഡ് ആണ്. അത് സ്മെല്ലുമായിട്ട് റിലേറ്റ് ചെയ്താണ് സ്മെറ്റിക് എന്ന് പറയുന്നത്. ഇത് നമ്മൾ രണ്ട് ടൈപ്പ് LCD ആണുള്ളത്. ഓക്കെ, വെൻ നിമാറ്റിക് ക്രിസ്റ്റൽസ് ദെൻ മോസ്റ്റ് ലിക്വിഡ് ക്രിസ്റ്റൽസ് ആർ നമ്മൾ ഇനി നിമാറ്റിക് ടൈപ്പിൽ തന്നെ ഇതിനകത്ത് നമ്മൾ കൂടുതലും പറയുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ ഒരു ട്വിസ്റ്റഡ് നിമാറ്റിക് ടൈപ്പാണ് നമ്മൾ ഇതിനകത്ത് കൂടുതലുള്ളത്, അല്ലേ? ട്വിസ്റ്റഡ് ടൈപ്പ് എന്നാണ് ഇത് പറയുന്നത്. എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ട്വിസ്റ്റ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് കോൾഡ് ട്വിസ്റ്റഡ് നിമാറ്റിക് ടൈപ്പ് എന്ന് പറയുന്നത്. വെൻ നിമാറ്റിക് ടൈപ്പ് ലിക്വിഡ് മെറ്റീരിയൽസ് കംസ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് എ സോളിഡ് സർഫസ്, the detector often become aligned either perpendicular to the surface, so that is known as homeotropic, or parallel to the surface, that is known as homogeneous ordering. അപ്പോൾ ഇങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷനാണുള്ളത്. In the case of homogeneous ordering, that can often be achieved by rubbing the surface once or twice a particular direction. ഇനി അടുത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത് സർഫസിലനുസരിച്ച് സോളിഡ് സർഫസുമായിട്ടുള്ള കോണ്ടാക്റ്റ് അനുസരിച്ച് നിമാറ്റിക്കിൻ്റെ ഓർഡർ അലൈൻമെൻറ്റ് ചേഞ്ച് ചെയ്യാറുണ്ട്. അനദർ ഇതിനകത്ത് അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത് ട്വിസ്റ്റ്. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇതിനെ ട്വിസ്റ്റഡ് നിമാറ്റിക് ടൈപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് important electric characteristics of the liquid materials is they show different dielectric constants depending on whether the external field is parallel or perpendicular to the molecule axis. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് അതിന് ചേഞ്ച് വരും. ഇപ്പോൾ ഒരു ഫിഗറിന് ഇതിനകത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാത്തപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇതിൻ്റെ അലൈൻമെൻറ്റ് നോക്കിയേ, ഓരോ കേസിൽ അത് റൊട്ടേറ്റ് ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് അതെങ്ങനെയായി മാറുന്നു, ഈ ഒരു രീതിയിലേക്ക് മാറുകയാണ്. ഓക്കെ, ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് പയ്യെ അപ്പോൾ ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്ത് അല്ലേ? അപ്പോൾ എന്തായിരിക്കും, നമുക്ക് കുറച്ച് ഒരു പിക്സൽ ഫോമിലാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഇതിൻ്റെ ഇനിയിപ്പം ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാത്തപ്പോൾ ഫീൽഡിൻ്റെ വാല്യൂ 0 ആകുമ്പോഴാണ് ഈ ഒരു രീതിയിൽ ട്വിസ്റ്റഡ് ചെയ്യുന്നത്. ഇനി ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, അവിടെ ഒരു വേരിയേഷൻ ഉണ്ടാകുന്നില്ല. ഇത് 90 ഡിഗ്രി പോളറൈസർ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ 90 ഡിഗ്രി ഷിഫ്റ്റ് ചെയ്ത് വന്നത്.
ഓക്കെ. അപ്പോൾ അങ്ങനെയാവുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ഫുള്ളായിട്ട് നമുക്ക് അവിടെ ഡാർക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ചെയ്ത് വരുമ്പോൾ അവിടെ ഡാർക്കായിട്ട് നമുക്കവിടെ ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇതാണ് ഒരു ലിക്വിഡ് ക്രിസ്റ്റൽ ഡിവൈസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഒരു ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേയുടെ ഡിവൈസസിന് ഇത്ര എന്താണ് കമ്പോണൻസ് നമുക്ക് ആവശ്യമാണ്. എന്തൊക്കെ വേണം? ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് വേണം, ദെൻ ഒരു പോളറൈസ്ഡ് ലൈറ്റ് 90 ഡിഗ്രി പോളറൈസ്ഡ് ലൈറ്റ് വേണം, ദെൻ ഒരു LCD സെല്ല് വേണം, ദെൻ എന്താണ് വീണ്ടും ഒരു പോളറൈസ്ഡ്, ദെൻ നമുക്കൊരു മിറർ വേണം. ഇനി എങ്ങനെയായിരിക്കും ഇതിൻ്റെ വർക്കിംഗ് എന്ന് നോക്കിക്കേ. നമ്മളിപ്പോൾ ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ ദീസ് പോളറൈസർ. വാട്ട് ഹാപ്പൻ? ദാറ്റ് ഈസ് 90 ഡിഗ്രി പോളറൈസ്ഡ് ലൈറ്റിനെ മാത്രമേ ഇതിലൂടെ പാസ് ചെയ്യത്തുള്ളൂ, ഈ പോളറൈസറിൽ കൂടി പാസ് ചെയ്യത്തുള്ളൂ. ദാറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ ദ ഗ്ലാസ് പ്ലേറ്റ് ഓഫ് ദി LCD. നമുക്കറിയാം ഇതൊരു ഗ്ലാസ് പ്ലേറ്റ് ആണെന്ന്. ഇതിലേക്ക് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. അതെന്ത് ചെയ്യും? അതിനെ പയ്യെ വേരി ചെയ്യിച്ച് അതിന് ഈ സൈഡിലെത്തുമ്പോഴേക്കും അതിനെ എന്താക്കും? 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യിക്കും. അപ്പോഴത്തേക്കും അതെന്തായി മാറും? പാരലായിട്ട് മാറും. ഈ പാരലിനെ ഇവിടെ അതേ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ അതുപോലെ അത് മാത്രം കടത്തി വിടുന്നു. അതെവിടെ എത്തുന്നു? മിററിൽ എത്തുന്നു. ഓക്കെ. അപ്പോൾ എങ്ങനെയായിരിക്കും? ഇങ്ങനെ നമ്പർ ഓഫ് പോളറൈസർ വന്നു കഴിയുമ്പോൾ മിററിൽ എങ്ങനത്തെ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്? നമ്പർ ഓഫ് പാരലൽ ലൈൻസ് അവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്പർ ഓഫ് പാരലൽ ലൈൻസ് ഈ മിററിൽ വന്ന് പഠിക്കുന്നതാണ്. ഇനി അത് നേരെ തിരിച്ചാണെങ്കിലോ, ഇവിടെ ഇതൊരു പാരലാണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നമ്പർ ഓഫ് പിക്സൽസ് കാണാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇങ്ങനെ കുറേ ലൈൻസ് പാരലലും പെർപെൻഡിക്കുലറുമായിട്ട് കാണാൻ പറ്റും. ഇതൊരു ഓരോരോ കമ്പോണൻസ് ആയിട്ട്. അപ്പോൾ എന്തിനാ കുറച്ച് ഡാർക്ക് ലൈൻസ് ഇങ്ങനെ നമുക്ക് പാരലൽ പെർപെൻഡിക്കുലറായിട്ട് കാണാൻ പറ്റും. ഇതാണ് ആക്ച്വലി ഒരു LCDക്കകത്ത് നടക്കുന്ന വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉള്ളത് LCDക്കകത്ത്. Then the use of polarizer in the twisted nematic cell substantially reduce the maximum amount of light that can be reflected from it. Okay. Then addition of one of the point is the amount of light reflected from LCD as a function of applied voltage as shown in figure. Then the reflectance initially constant. ഇതാണ് ഇതിനകത്ത് റിഫ്ലക്ട് ലൈറ്റും അപ്ലൈഡ് വോൾട്ടേജും തമ്മിൽ ഇങ്ങനെ റിഫ്ലക്റ്റൻസ് ഇനിഷ്യലി കോൺസ്റ്റൻറ്റ്, ദെൻ വേരി, ദെൻ സ്റ്റഡി സ്റ്റേറ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ. ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ദറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ലിക്വിഡ് ആൻഡ് ക്രിസ്റ്റൽ ഫോം. 3 ടൈപ്പാണുള്ളത്. എന്തൊക്കെയാണ്? കൊളസ്റ്റിക്, സ്മിറ്റിക് ആൻഡ് നിമാറ്റിക് ടൈപ്പ്. ഓക്കെ. നിമാറ്റിക് ആൻഡ് കൊളസ്റ്റിക് ആർ മോർ ഇമ്പോർട്ടൻറ്റ്. കൊളസ്റ്റിക്കിൻ്റെ കേസിൽ എങ്ങനെയായിരിക്കും? അത് ഒരു ഓർഡർ അനുസരിച്ച് അത് അല്ലേ അതിനകത്ത് അല്ലെങ്കിൽ ഇതിനകത്താണെങ്കിൽ ഒരു ഡയറക്ടർ മാത്രമേ നമ്മുടെ അതിനകത്ത് കാണത്തുള്ളൂ. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ LCDക്കകത്ത് കാണുന്നത്. ഓക്കെ. താങ്ക് യു.